കോൺട്രാക്ട് മാരേജ്. രചന ലില്ലി. അവതരണം മിത്രവിന്ദ. കുരിശുമൂട്ടി തറവാടിന്റെ ഐശ്വര്യമായിരുന്നു അമ്മച്ചി. ഇനിയില്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ അവിടെ നിന്നവർക്ക് ആർക്കും കഴിഞ്ഞില്ല. ഒരു നിമിഷത്തെ മരവിപ്പിന് ശേഷം തൊട്ടടുത്ത് നിന്നിരുന്ന പ്രിയയുടെ നെഞ്ചു പൊട്ടിയുള്ള നിലവിളി ആ വീടിന്റെ ചുമരുകളെ പിടിച്ചു കുലുക്കി. ബന്ധുക്കളായ സ്ത്രീകൾ ഓരോരുത്തരും അങ്ങോട്ടേക്ക് ഓടിക്കൂടി. കരച്ചിലുകളുടെയും വിലാപങ്ങളുടെയും വലിയൊരു ശബ്ദം ആ അന്തരീക്ഷത്തെ പൂർണ്ണമായും കീറി മുറിച്ചു. പുറത്തു മാനം കറുത്ത കുട വിരിച്ചിരിക്കുന്നു. മഴക്കുടുക്കങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു കേൾക്കുന്നു. കട്ടിലിന്റെ ഒരു കോണില് അപ്പച്ചൻ തറയിലേക്ക് കണ്ണുനട്ടിരിപ്പുണ്ടായിരുന്നു. ആ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നില്ല, മറിച്ച് വലിയൊരു ശൂന്യതയായിരുന്നു. തന്റെ വാശികൾക്കിടയിൽപ്പെട്ട് മകൻ ജയിലിലായതും, ആ സങ്കടം താങ്ങാനാവാതെ ഭാര്യ മരിച്ചതും ആ മനുഷ്യനെ വല്ലാതെ തകർക്കുന്നുവെന്ന് ഞാനറിഞ്ഞു. പിറ്റേന്ന് പുലർച്ചെ ആ മുറ്റത്ത് മരണപ്പന്തലുയർന്നു. കുന്തിരിക്കം പുകയുന്നതിൻ്റെയും ഉരുകുന്ന മെഴുകുതിരികളുടെയും ഗന്ധം മുറ്റത്താകെ നിറഞ്ഞു. എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നു. ഒന്നുറക്കെ കരയണമെന്ന് തോന്നുന്നു. മുറ്റത്ത് കെട്ടിയ വലിയ വെള്ളപ്പന്തലിലേക്ക് വീശിയടിക്കുന്ന കാറ്റിന് പോലും വല്ലാത്തൊരു തണുപ്പുണ്ടായിരുന്നു. വീടിന്റെ വലിയ തേക്കിൻ വാതിലുകൾ മലർക്ക തുറന്നിട്ടിരിക്കുന്നു. ഉള്ളിലെ വിശാലമായ സ്വീകരണമുറിയിലെ ഫർണിച്ചറുകളെല്ലാം മാറ്റി. നടുവിലായി തൂവെള്ള തുണികൾ വിരിച്ചൊരു വലിയൊരു മേശപ്പുറത്ത് അമ്മച്ചിയെ കിടത്തിയിരിക്കുന്നു. ജോലിയുടെ കണ്ണുകൾ തോരാതെ പെയ്യുന്നതും അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് ചുംബിക്കുന്നതും നോക്കി ഞാൻ നിന്നു. ചുറ്റിനും വെള്ള നിറത്തിലുള്ള റോസപ്പൂക്കൾ. നേർത്ത വെള്ള കസൂസാരി ഉടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച വിറങ്ങലിച്ച വിരലുകളിൽ ഒരു കൊന്തയുമായി അമ്മച്ചി ഉറങ്ങുകയാണ്. ജീവിച്ചിരുന്നപ്പോൾ ആ മുഖത്തുണ്ടായിരുന്ന സങ്കലനങ്ങൾ യാതൊരു ലക്ഷണവുമില്ല എന്ന് എനിക്ക് തോന്നി. വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ അൾത്താര ബാലന്മാർ കുന്തിരിക്കം വീശുമ്പോഴും ഗായിക സംഘങ്ങൾ മരണഗാനങ്ങൾ പാടുമ്പോഴും ആ ഭക്തിക്കപ്പുറം അവിടെ കൂടിയിരിക്കുന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കണ്ണുകളിൽ മറ്റൊരു ഭാവമായിരുന്നു. സ്വന്തം അമ്മയെ കൊലയ്ക്ക് കൊടുത്തിട്ട് അവൻ ജയിലിൽ സുഖമായി കിടക്കുന്നു. മുറ്റത്തെ പന്തലിന്റെ തൂണുകൾക്ക് മറവിൽ നിന്ന് പ്രായമുള്ള ചില സ്ത്രീകൾ അടക്കം പറയുന്നത് ഞാൻ കേട്ടു. എന്റെ ഈ വലിയ വയറിലേക്ക് നോക്കി ചുണ്ടുകൂട്ടി പരിഹസിക്കുന്ന ബന്ധുക്കളുടെ നോട്ടങ്ങൾ എന്നെ നോവിപ്പിക്കുന്നു. രൂക്ഷമായ നോട്ടങ്ങളിൽ നിന്നും ഞാൻ ഒളിച്ചു നിൽക്കാൻ ശ്രമിച്ചു. ആൾക്കൂട്ടത്തിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥയായിരുന്നു എൻ്റേത്. കാലുകളിലെ നീര് കാരണം അധിക നേരം നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ചുമരിനോട് ചേർന്നുള്ള ഒരു കസേരയിൽ ഞാനിരുന്നു. തൊട്ടപ്പുറത്ത് അപ്പച്ചൻ പണ്ടിരിക്കാറുള്ള ആ ചാരു കസേരയിൽ ആകെ ചുക്കിച്ചുളിഞ്ഞൊരു വെള്ളം മുണ്ടും ഷർട്ടുമിട്ട് അദ്ദേഹം ഇരിപ്പുണ്ടായിരുന്നു. ആ കണ്ണുകളിൽ കണ്ണീരില്ല, പകരം തകർന്നടിഞ്ഞ ഒരു വലിയ സ്വപ്നത്തിന്റെ വാശിയുടെ ശൂന്യത മാത്രമായിരുന്നു. ആരുടെയും മുഖത്തേക്ക് അദ്ദേഹം നോക്കുന്നുണ്ടായിരുന്നില്ല. സമയം 11 മണിയോടടുക്കുന്നു. പെട്ടെന്നാണ് മുറ്റത്തെ ചരൽ കല്ലുകളിൽ കനത്ത ടയറുകൾ ഒരിയുന്ന ശബ്ദം കേട്ടത്. സൈറൻ മുഴക്കാതെ, എന്നാൽ അധികാരത്തിന്റെ എല്ലാ ഗാംഭീര്യത്തോടെയും ഒരു പോലീസ് ജീപ്പ് പന്തലിന് മുന്നിലേക്ക് വന്നു. പ്രാർത്ഥനാ ഗാനങ്ങൾ പെട്ടെന്ന് നിശ്ചലമായി. കൂടി നിന്ന ജനക്കൂട്ടം ശ്വാസം അടക്കി പിടിച്ച് ഒരൽപ്പം പിന്നിലേക്ക് വഴി മാറി ഒരുക്കുന്നു. ജീപ്പിന്റെ മുൻവാതിൽ തുറന്ന് ഒരു SI പുറത്തേക്കിറങ്ങി. പിന്നാലെ പിൻവാതിൽ തുറക്കപ്പെട്ടു. കാക്കി ധരിച്ച 2 പോലീസുകാർക്കിടയിൽ നിന്നും ജോർജ് പുറത്തേക്ക് കാലെടുത്തു വെച്ചു. എന്റെ ശ്വാസം ഒരു നിമിഷം തൊണ്ടക്കുഴിയിൽ കുരുങ്ങി. എല്ലായ്പ്പോഴും ഇസ്തിരിയിട്ട വസ്ത്രങ്ങളിൽ മുഖത്തൊരു കള്ളച്ചിരിയോടെ നിന്നിരുന്ന എന്റെ പഴയ ജോർജി ആയിരുന്നില്ലത്. അവശതയാർന്നു നിറഞ്ഞ കണ്ണുകൾ, ആ രൂപമേ ദിവസങ്ങൾ കൊണ്ട് മാറിപ്പോയി എന്ന് ഞാനറിഞ്ഞു. കോടതിയിൽ നിന്ന് സ്പെഷ്യൽ ഓർഡർ വാങ്ങി വന്നതുകൊണ്ടാകും കൈകളിൽ വിലങ്ങുകളില്ലായിരുന്നു. അകത്തേക്ക് നടന്നു വരുന്ന അവനെ കണ്ട് ജനക്കൂട്ടം പിറുപിറുക്കുന്നു. ആരുടെയും മുഖത്തേക്ക് അവൻ നോക്കിയില്ല. അവന്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തളർന്ന കാൽവെപ്പുകളോടെ അവൻ അമ്മച്ചിയുടെ അരികിലേക്ക് വന്നു. 2 നിമിഷം ആ മുഖത്തേക്ക് നോക്കി. അവൻ നിശ്ചലനായി നിന്നു. അവന്റെ നെഞ്ച് വേഗത്തിൽ ഉയർന്നു താഴുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട് ആ ശവപ്പെട്ടിയുടെ വക്കിലേക്ക് അവൻ തളർന്നു വീണു. ഗ്ലാസ് പാളിയിലൂടെ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി അവൻ അലറിക്കരയുന്നു. ആ വിതുമ്പൽ ആ വലിയ മുറിയാകെ പ്രതിധ്വനിച്ചു. ആശ്വസിപ്പിക്കാനും ചേർത്ത് പിടിക്കാനുമാവാതെ ഒരു വശത്ത് ഞാനും. ജീവന്റെ പാതി പറിച്ചു മാറ്റപ്പെട്ട വേദന ആ കരച്ചിലിലൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന
പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അപ്പച്ചൻ മാത്രം ആ കരച്ചിൽ കേട്ടതായി നടിച്ചില്ല. മകനോടുള്ള കടുത്ത കോപവും സ്വന്തം വാശിയോടുള്ള കുറ്റബോധവും കൊണ്ട് അദ്ദേഹം മുഖം വെട്ടിത്തിരിച്ച് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ചടങ്ങുകൾ വേഗത്തിൽ അവസാനിക്കുമായിരുന്നു. മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകാനായി സമയമായി. പുറത്ത് മഴ കനത്ത് പെയ്തു തുടങ്ങി. കൂടെ വന്ന എസ് ഐ ജോർജിയുടെ തോളിൽ പതുക്കെ തട്ടി. സമയം അവസാനിച്ചിരിക്കുന്നു. അമ്മച്ചിയുടെ നെറ്റിയിൽ അവസാനമായി ഒരു ചുംബനം നൽകി വിറയ്ക്കുന്ന കാലുകളോടെ അവൻ എണീറ്റു. തന്റെ സ്വന്തം വീട്ടിൽ നിന്നുകൊണ്ട് പെറ്റമ്മയുടെ അവസാന യാത്രയിൽ പോലും ഒപ്പം പോകാൻ കഴിയാത്തവന്റെ പരാജയം അവനെ അടിമുടി തളർത്തിയിരിക്കുന്നു. അവൻ പതുക്കെ പടികളിൽ നടന്നു. അപ്പച്ചനെ ഒന്ന് നോക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം മുഖം തിരിച്ചു തന്നെയിരുന്നു. അവൻ ജീപ്പിന് നേരെ നടക്കുമ്പോൾ എനിക്ക് ചുറ്റും നിന്നവർ പലരും പെറുപെറുക്കുന്നുണ്ടായിരുന്നു. വയ്യ, എനിക്കാകുന്നില്ല. എന്റെ ഉള്ളിലെ സകല നിയന്ത്രണങ്ങളും അണപൊട്ടി. അവനൊരു തെറ്റുകാരനായിരിക്കാം, എന്നെ വഞ്ചിച്ചവനായിരിക്കാം. പക്ഷേ ഈ നിമിഷം ഈ ലോകത്ത് അവനൊരു താങ്ങായി സ്വന്തമെന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം എന്നെ പിടിച്ചുലച്ചു. ചുറ്റും നിൽക്കുന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കുത്തുവാക്കുകളെയും നോട്ടങ്ങളെ അവഗണിച്ച് വീർത്ത വയറിൽ സാരിയുടെ മുന്താണി കൊണ്ട് വിറച്ച് ജോർജി എന്റെ ഇടറിയ വിളി കേട്ട് അവൻ പതുക്കെ തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം എന്നെയും എന്റെ വയറിനെയും അവൻ അവിശ്വസനീയതയോടെ നോക്കി. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഞാൻ പതുക്കെ എന്റെ കൈകൾ നീട്ടി വിടർത്തി പിടിച്ചു. അടുത്ത നിമിഷം മറ്റാരെയും വകവയ്ക്കാതെ അവൻ എന്നെ ഇരു കൈകളും മെല്ലെ അവന്റെ നെഞ്ചോരം ചേർത്തു. എന്റെ തോളിലേക്ക് മുഖം പൂഴ്ത്തി അവൻ ഏങ്ങലടിച്ച് കരഞ്ഞു. അവന്റെ മുഖത്തെ താടി രോമങ്ങൾ എന്റെ കഴുത്തിൽ ഉരയുന്നുണ്ടായിരുന്നു. അവനൊന്ന് ചായാൻ, ഒന്ന് ചേർത്ത് പിടിച്ച് കരയാൻ ഒരാശ്രയം ആവശ്യമായിരുന്നു. ഞങ്ങൾക്കിടയിൽ എന്റെ വലിയ വയറ് അമർന്നിരുന്നു. അവന്റെ വിറയ്ക്കുന്ന വലത് കൈ പതുക്കെ എന്റെ വയറ്റിലേക്ക് നീണ്ടു. തന്റെ ജീവന്റെ സ്പന്ദനം ആദ്യമായി അറിയുന്നത് പോലെ ആ കൈകൾ എന്റെ ഉദരത്തിൽ തൊട്ടു. എനിക്കാരുമില്ല ദർശിനി. അവന്റെ കണ്ണീർ എന്റെ സാരിത്തുമ്പിൽ വീണു നനഞ്ഞു. ഞാനുണ്ടെന്ന് പറയാൻ, നമ്മുടെ കുഞ്ഞുണ്ടെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. വിതമ്പലോട് ഞാൻ അവന്റെ മുതുകിൽ തഴുകി. വാക്കുകൾ കുറവായിരുന്നു. എന്നാൽ ആ ആലിംഗനത്തിൽ 1000 മാപ്പപേക്ഷകളും ഒരുപാട് ഉത്തരങ്ങളും ഉണ്ടായിരുന്നു. മുറ്റത്ത് കൂടി നിന്നവർ ഈ കാഴ്ച നോക്കി നിൽക്കുകയാണ്. പോലീസുകാർ പോലും ആ വൈകാരിക നിമിഷത്തെ തടയാൻ ശ്രമിച്ചില്ല. അവൻ എന്നെ മെല്ലെ അടർത്തി മാറ്റി. ഒരു വാക്കുപോലും പറയാതെ അവൻ തിരിഞ്ഞു വേഗത്തിൽ ജീപ്പിലേക്ക് കയറി. ഡോറുകൾ അടഞ്ഞു. വണ്ടി സ്റ്റാർട്ടായി. ടയറുകൾ ചരൽ കല്ലുകളിൽ ഉരയുന്ന ശബ്ദം വീണ്ടും കേട്ടു. ജീപ്പ് മുറ്റത്തു നിന്നും തിരിഞ്ഞു പോകുമ്പോൾ ജീപ്പിന്റെ ജനാലയിലൂടെ അവൻ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടത്തിൽ എനിക്കും നമ്മുടെ കുഞ്ഞിനുമുള്ള അവന്റെ കാത്തിരിപ്പുണ്ടായിരുന്നു. മുറ്റത്തെ പന്തലിൽ നിന്നും ശവപ്പെട്ടി പള്ളിയിലേക്ക് എടുക്കുമ്പോഴും തണുത്ത കാറ്റിൽ പാറിപ്പറക്കുന്ന സാരി തലപ്പം പിടിച്ച് ഞാൻ ആ വലിയ മുറ്റത്ത് നിശ്ചലയായി നിന്നു. ദൂരെ ആ പോലീസ് ജീപ്പ് കൺമറയുന്നതുവരെ. പള്ളി മിനാരങ്ങളിൽ കൂട്ടമണികൾ അടിക്കുമ്പോൾ കല്ലറയുടെ ശൂന്യമായ ഇരുട്ടറകളിലേക്ക് അമ്മച്ചിയും അടയ്ക്കപ്പെട്ടു. മാസങ്ങൾ വളരെ പതുക്കെയാണ് ഇഴഞ്ഞു നീങ്ങിയത്. ഗർഭകാലം അതിൻ്റെ അവസാന മാസങ്ങളിലേക്ക്. 9ാം മാസത്തിലേക്ക് കടന്നപ്പോൾ എൻ്റെ ശരീരത്തിന് താങ്ങാനാവാത്ത വല്ലാത്തൊരു ഭാരം തോന്നിത്തുടങ്ങി. അയഞ്ഞ കോട്ടൺ മെറ്റേണിറ്റി ഗൗണായിരുന്നു എൻ്റെ സ്ഥിരം വേഷം. എൻ്റെ കാലുകൾ നീര് വന്ന് വല്ലാതെ വീർത്തു. മുൻപത്തെ പോലെ ആ തറവാടിൻ്റെ ഇടനാഴികളിലൂടെ വേഗത്തിൽ നടക്കാനിപ്പോൾ എനിക്ക് കഴിയില്ല. ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടുവിന് കടുത്ത വേദന. പകൽ വെളിച്ചം മങ്ങി തുടങ്ങുന്ന സായാഹ്നങ്ങളെ ഉമ്മറത്തെ മരത്തൂണി ചാരി ഞാൻ പുറത്തേക്ക് നോക്കി നിൽക്കും. മുറ്റത്ത് കരിയിലകൾ വീണ് കിടപ്പുണ്ടാകും. ജാതിമരങ്ങൾ ഇലകൾ പൊഴിച്ചും തളർത്തും തണൽ നൽകിയും ഓരോരോ ദിവസങ്ങൾ. വല്ലാത്തൊരു ശൂന്യത ആ വീടിനെ മൂടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വലിയ വയറ്റിൽ പതുക്കെ തലോടുമ്പോൾ ഉള്ളിലെ കുഞ്ഞു കാലുകൾ കൊണ്ട് ശക്തമായി തൊഴിക്കുന്നത് എനിക്ക് കൃത്യമായി അറിയാം. ഓരോ അനക്കത്തിലും ഞാൻ ജോർജിയെ ഓർത്തു. അപ്പച്ചൻ എപ്പോഴും ഒരു കാവൽക്കാരനെ പോലെ എൻ്റെ കൂടെ തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ നരച്ച താടിയും കണ്ണടയ്ക്ക് പിന്നിലെ ഉത്കണ്ഠ നിറഞ്ഞ നോട്ടവും കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നും. പണ്ട് തലയെടുപ്പോടെ നടന്നിരുന്ന ആ മനുഷ്യൻ
ഇപ്പോൾ വല്ലാതെ കൂനിക്കൂടിയിരിക്കുന്നു. എൻ്റെ ഭക്ഷണകാര്യങ്ങളിലും മരുന്നുകളിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ പുലർത്തി. 9-ാം മാസം പകുതി പിന്നിട്ട ഒരു രാത്രി പുറത്ത് നേരിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. ജനാലയിലൂടെ വരുന്ന തണുത്ത കാറ്റിൽ എനിക്ക് വല്ലാതെ കുളിരുന്നുണ്ടായിരുന്നു. വെളുപ്പിന് ഏകദേശം 3 മണിയോടെയാണ് വേദന തുടങ്ങിയത്. അടിവയറ്റിൽ നിന്നും നട്ടലിലേക്ക് പാഞ്ഞു കയറുന്ന വിട്ടുവിട്ടുള്ള ഒരു കൊളുത്തിവലി. ആദ്യം അത് നേരിയ വേദനയായിരുന്നെങ്കിലും പതിയെ പതിയെ അതിൻ്റെ ശക്തി കൂടി വന്നു. ഞാൻ വേദന കൊണ്ട് കട്ടിലിൽ കിടന്ന് ഞരങ്ങി. നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. എൻ്റെ കരച്ചിൽ കേട്ട് അടുത്ത മുറിയിലായിരുന്ന അപ്പച്ചൻ ഓടി വന്നു. അദ്ദേഹത്തിൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ധൃതിയിൽ ഡ്രൈവറെ വിളിച്ച് കാറ് പോർച്ചിലേക്ക് എടുപ്പിച്ചു. രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് കാറ് മുന്നോട്ട് പാഞ്ഞു. മഴയുടെ ശക്തി കൂടി വന്നിരുന്നു. കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ മഴത്തുള്ളികൾ റോഡിലേക്ക് വീണ് ചിതറുന്നത് ഗ്ലാസ്സിലൂടെ ഞാൻ പാതി മയക്കത്തോടെ കണ്ടു. ഓരോ തവണ വണ്ടിക്കുഴികളിൽ വീഴുമ്പോഴും വേദനയുടെ അക്കം കൂടി വന്നു. ഞാൻ സീറ്റിലെ കുഷ്യനിൽ കൈകൾ അമർത്തിപ്പിടിച്ച് കരച്ചിലടക്കി. ആശുപത്രിയുടെ അത്യാഹിത വിവാഹത്തിന് മുമ്പിൽ വണ്ടി നിന്നയുടെ നഴ്സുമാർ വീൽചെയറുമായി ഓടിയെത്തി. എന്നെ അതിലേക്ക് ഇരുത്തുമ്പോൾ ചുറ്റുമുള്ള ഫ്ലൂറസൻ ലൈറ്റുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം എൻ്റെ കാഴ്ചകളെ മങ്ങിച്ചു. മരുന്നുകളുടെയും ഡെറ്റോളിൻ്റെയും രൂക്ഷഗന്ധം എൻ്റെ മൂക്കിലേക്ക് ഇരച്ചു കയറി. എന്നെ വേഗത്തിലൊരു വാർഡിലേക്ക് മാറ്റി. നീല നിറത്തിലുള്ള ഹോസ്പിറ്റൽ ഗൗൺ അണിയിച്ചു. ഡ്യൂട്ടി ഡോക്ടർ വന്ന് പരിശോധിച്ച് ഉടൻ തന്നെ ലേബർ റൂമിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകുന്നത് ഞാനറിഞ്ഞു. സ്ട്രക്ചറിൽ കിടത്തി എന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ വാതിലിന് പുറത്ത് വല്ലാതെ ഭയന്ന് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു നിൽക്കുന്ന അപ്പച്ചനെ ഞാൻ കണ്ടു. ആ നിസ്സഹായനായ മനുഷ്യനെ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ലേബർ റൂമിൻ്റെ ഇരുമ്പ് വാതിൽ ഒരു വലിയ ശബ്ദത്തോടെ അടഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയതുപോലെ എനിക്ക് തോന്നി. ചുറ്റും വെളുത്തും ടൈലുകൾ പാകിയ ചുവരുകൾ, നടുവിലായി പച്ച വിരിപ്പുള്ള കമ്പികൾ, വശങ്ങളിലുള്ള ഒരു ഡെലിവറി ബെഡ്. എൻ്റെ ചുറ്റും വന്നു നിന്ന നേഴ്സുമാരുടെ മുഖത്ത് തികഞ്ഞ ഗൗരവമായിരുന്നു. അവരുടെ കണ്ണുകൾ മാത്രം എൻ്റെ മാസ്കിന് മുകളിലൂടെ കാണാൻ എന്നെ ബെഡിലേക്ക് മാറ്റിക്കിടത്തി മെഷീനുകളിലേക്ക് എന്നെ ബന്ധിപ്പിച്ചു. തൊട്ടടുത്ത് ഹാർട്ട് ബീറ്റ് മോണിറ്ററുകളുടെ ടിക് ടിക് ശബ്ദം എൻ്റെ ഹൃദയമിടിപ്പിനൊപ്പം മുഴങ്ങിക്കൊണ്ടിരുന്നു. വേദന അതിൻ്റെ കൊടുമുടിയിലേക്ക് കയറുകയായിരുന്നു. അടിവയറ്റിൽ നിന്നുള്ള കൊളുത്തുവലി എൻ്റെ ശ്വാസത്തെ വിലക്കി. ബെഡിൻ്റെ ഇരുമ്പ് കമ്പികളിൽ എൻ്റെ വിരലുകൾ മുറുക്കി. നഖങ്ങൾ വെളുത്തു. കടുത്ത തണുപ്പിലും എൻ്റെ നെറ്റിയിലൂടെയും കഴുത്തിലൂടെയും വിയർപ്പ് കണങ്ങൾ ഒലിച്ചിറങ്ങി. പല്ലുകൾ അമർത്തിക്കടിച്ച് ഞാൻ ആ വേദനയെ സഹിക്കാൻ ശ്രമിച്ചു. ആ നിമിഷങ്ങളിൽ എൻ്റെ കണ്ണുകൾ ചുറ്റും പരത്തി. ഓരോ സ്ത്രീയും പ്രസവ മുറിയിൽ കുതിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. തൻ്റെ ഭർത്താവിൻ്റെ, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കൈകൾ. എൻ്റെ ജോർജി വേദനയിൽ പൊളയുമ്പോൾ എൻ്റെ മുടിയിഴകളെ തഴുകുവാൻ ഞാനില്ലേ കൂടെയെന്ന് കാതിൽ പറയാൻ ജോർജ് അവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് എൻ്റെ മനസ്സ് വല്ലാതെ കൊതിച്ചു. അവൻ്റെ കൈകൾ എൻ്റെ കൈകളെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ആ വലിയ ശൂന്യത എൻ്റെ ശാരീരിക വേദനയേക്കാൾ കൂടുതൽ തളർത്തി. ദർശിനി, ബ്രീത്ത്, ദീർഘമായി ശ്വാസം എടുക്കൂ. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജേക്കബ് ജോൺ എൻ്റെ അരികിൽ വന്ന് നിർദ്ദേശം നൽകി. അടുത്ത കോൺട്രാക്ഷൻ വന്നപ്പോൾ എൻ്റെ സകല ജീവനും പറഞ്ഞു പോകുന്നത് പോലെയുള്ള വേദന ഞാൻ അനുഭവിച്ചു. എൻ്റെ തൊണ്ട പൊട്ടി ഒരു വലിയ നിലവിളി ആ മുറിയിൽ മുഴങ്ങി. ഞാൻ സർവ്വശക്തിയും എടുത്ത് പുഷ് ചെയ്തു. എൻ്റെ കണ്ണുകളിൽ ഇരട്ട് കയറും പോലെ തോന്നി. ഒടുവിൽ വേദനയുടെ അവസാനത്തിൽ ലേബർ റൂമിൻ്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വളരെ നേർത്ത ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ഉയർന്നു വന്നു. എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ. ആ ശബ്ദം കേട്ട നിമിഷം എൻ്റെ ശരീരത്തിലെ സകല ഭാരവും ഇറക്കി വെച്ചതുപോലെ വലിയൊരു ആശ്വാസം എന്നെ പൊതിഞ്ഞു. എൻ്റെ കിതപ്പുകൾ പതുക്കെ അടങ്ങി. അടഞ്ഞ കണ്ണുകളിൽ നിന്നും ചൂടുള്ള കണ്ണുനീർ എൻ്റെ കവിളിലേക്ക് ഒഴുകിയിറങ്ങി. പെൺകുഞ്ഞാണ് ദർശിനി, ഡോക്ടർ പുഞ്ചിരിയോടെ പറഞ്ഞു. മൃദുവായ വെളുത്ത തുണിയിൽ പഞ്ഞിക്കെട്ട് പോലെയുള്ള എൻ്റെ കുഞ്ഞിനെ നെഞ്ചിലേക്ക് അദ്ദേഹം വെച്ചു തന്നു. എൻ്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഞാൻ അവളെ പതുക്കെ ചേർത്ത് പിടിച്ചു. എൻ്റെ ചൂടറിഞ്ഞതും അവളുടെ കരച്ചിൽ നിന്നു. പതുക്കെ അടഞ്ഞു കിടക്കുന്ന ആ കുഞ്ഞി കണ്ണുകളിലേക്കും ചുവന്ന ചെറിയ ചുണ്ടുകളിലേക്കും ഞാൻ നോക്കി. നനഞ്ഞ നേർത്ത മുടിയിഴകൾ ആ നെറ്റിയിൽ ഒട്ടിക്കിടപ്പുണ്ടായിരുന്നു. ആ മുഖത്തിന് ജോർജിയുടെ അതേ ചായ ഉണ്ടായിരുന്നു. അവൻ്റെ അതേ മൂക്കും ഉറങ്ങുമ്പോഴുള്ള അതേ പാവവും. എൻ്റെ കുഞ്ഞ്. എൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു.
അവളുടെ ചെറിയ വിരലുകൾ എന്റെ നെഞ്ചിൽ തട്ടിയപ്പോൾ ഇതുവരെ അനുഭവിച്ച സകല ഒറ്റപ്പെടലുകളും വേദനകളും ഞാൻ മറന്നു. തറവാടിന്റെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് ഒരു വലിയ പ്രതീക്ഷയുടെ വെളിച്ചമായി അവൾ പിറന്നിരിക്കുന്നു. പക്ഷെ അവളെ വാരിയെടുക്കാൻ, ഈ കുഞ്ഞിക്കവളെ ആദ്യത്തെ ചുംബനം നൽകാൻ അവളുടെ അപ്പ ഇവിടെ ഇല്ലല്ലോ എന്ന സത്യം എന്റെ നെഞ്ചിൽ വല്ലാത്തൊരു നൊമ്പരമാകുന്നത് ഞാൻ അറിഞ്ഞു. തുടരും.